ഓ ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയിലെ വെള്ളമായിരിക്കും. നമ്മുടെ കുഞ്ഞിന്റെ പല്ല് ഇങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? അത് കുഞ്ഞനെ ഇങ്ങനെ കണ്ടിട്ടോ ആരും ചെറുപ്പത്തിൽ ട്രീറ്റ്മെന്റ് ഒന്നും പറഞ്ഞു കൊടുക്കായിട്ടായിരിക്കും. എന്തായിരുന്നു ശരിക്കും കുഞ്ഞൻ ചെയ്യേണ്ടിയിരുന്ന ട്രീറ്റ്മെന്റ്? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞിനെ ഒരു 7-8 വയസ്സുള്ള സമയത്ത് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ പല്ലിലും എല്ലിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വളർച്ചയുടെ കൂടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ആ സമയത്ത് തന്നെ കണ്ടുപിടിച്ചിട്ട് ചെറിയ രീതിയിലുള്ള മയോ ഫങ്ഷണൽ അപ്ലയൻസസ് അല്ലെങ്കിൽ ഓർത്തോപീഡിക് അപ്ലയൻസസ് ഇതിൻ്റെയൊക്കെ സഹായത്തോടെ ആ വളർച്ചയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമായിരുന്നു. അത് ആ സമയത്ത് ചെയ്യാത്തതിനെ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിൻ്റെ പല്ല് ശരിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് ഇടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അലൈനേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ സർജറി വരെ ആവശ്യമായി വന്നേക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കുട്ടികളുടെ പല്ല് ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ ഇതൊക്കെ അവഗണിച്ചിട്ട് അവരൊരു 13-14 വയസ്സാവട്ടെ, അല്ലെങ്കിൽ എല്ലാ പല്ലും പോയി വരട്ടെ എന്നിട്ട് ശരിയാക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 7-8 വയസ്സിൽ തന്നെ നമ്മൾ കുട്ടികളെ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യമേ കണ്ടുപിടിച്ചിട്ട് ഇതിന് ചെറിയ രീതിയിലുള്ള അപ്ലയൻസസ് ഉപയോഗിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലോട്ടൊക്കെ പോകുന്നത് നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തു.